ഹായ് ഓൾ, എല്ലാവർക്കും മൈ നോട്ട്ബുക്കിലേക്ക് സ്വാഗതം. സോ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസ് ഓൺ IT ആൻഡ് സൈബർ ലോ ആണ്. അപ്പോൾ എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസ് ഓൺ IT ആൻഡ് സൈബർ ലോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. സോ IT ആൻഡ് സൈബർ ലോയുടെ ഓൾറെഡി 2 ക്ലാസ്സുകൾ കഴിഞ്ഞിരുന്നു. അതെല്ലാവരും കണ്ടു കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇല്ലെങ്കിൽ അതുകൂടി വാച്ച് ചെയ്യുക, പ്രയോജനപ്പെടുത്തുക. സോ എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസ് ഓൺ IT ആൻഡ് സൈബർ ലോ, ഇതിൽ തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ പറയട്ടെ, ഇതിൻ്റെ PDF നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുക്കുന്നതാണ്, ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. PDF www.bibimohan.com അവൈലബിൾ ആയിരിക്കുക. മൈ നോട്ട്ബുക്കിൻ്റെ ബ്ലോഗാണിത്. ഇനി എഞ്ചിനീയറിംഗ് കോമ്പറ്റേറ്റീവ് എക്സാംസിന് തയ്യാറെടുക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ എഞ്ചിനീയറിംഗിന് പഠിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ദേ ക്യാൻ ഫോളോ മൈ ചാനൽ ട്രിപ്ലിമേഡിസി. ട്രിപ്ലിമേഡിസി എന്നത് എൻ്റെ മറ്റൊരു യൂട്യൂബ് ചാനലാണ്. ഇനി ട്രിപ്ലിമേഡിസിയുടെ ബ്ലോഗാണ് triplimedc.com എന്ന് പറയുന്നത്. ഇനി ടെലിഗ്രാം ഗ്രൂപ്പ് ഇതാണ് t.me/mynotebookpsc. സോ നിങ്ങൾക്ക് ഇതിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. വീഡിയോസും അതുപോലെ മെറ്റീരിയൽസും ഒക്കെ റെഗുലറായിട്ട് ഫോളോ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ടെലിഗ്രാമിൽ ജോയിൻ ചെയ്യാം. അതുപോലെ മൈ നോട്ട്ബുക്കിൻ്റെ സ്റ്റോറ്, ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആ സ്റ്റോറിൽ പോയാൽ നിങ്ങൾക്ക് അത്യാവശ്യമുള്ള ബുക്സുകളൊക്കെ ഞാൻ സജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ്. പ്രത്യേകിച്ചും നമുക്കിപ്പോൾ ഷോപ്പിൽ അവൈലബിൾ അല്ലാത്ത PSC ബുള്ളറ്റിൻ്റെ വജ്ര ജൂബിലി പതിപ്പൊക്കെ അവൈലബിൾ ആണ്, ചെക്ക് ചെയ്യുക. ഓക്കെ, സോ എല്ലാവർക്കും സ്വാഗതം. സോ ആദ്യത്തെ ചോദ്യം ഇതാണ്: ദ ഹൊറിസോണ്ടൽ റെപ്രസെൻറ്റേഷൻ ഓഫ് എ ഡേറ്റ ഇൻ എ ടേബിൾ. ഹൊറിസോണ്ടൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ഡേറ്റ ഇൻ എ ടേബിൾ, റോ, കോളം, സെൽ ടേബിൾ എന്നുണ്ട്. ഹൊറിസോണ്ടൽ റെപ്രസെൻറ്റേഷൻ എന്താണ്? റോയാണ് ഹൊറിസോണ്ടൽ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം. അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നതിന് മുമ്പ് അതിൻ്റെ കുറച്ച് കാര്യങ്ങളൂടെ പറയാം. ഇപ്പോൾ ടേബിൾ എന്താണെന്ന് വയ്ക്കുക. എന്താണ് ടേബിൾ? ഒരു സ്പ്രെഡ്ഷീറ്റ് ഫയലിലെ ബേസിക് സ്റ്റോറേജ് യൂണിറ്റാണ് എന്ത്? ടേബിൾ എന്ന് പറയുന്നത്. ടേബിളിനകത്ത് ഡേറ്റ അറേഞ്ച് ചെയ്തിരിക്കുന്ന റോസും കോളംസുമാണ്. ഇപ്പോൾ നമുക്കറിയാം, നമ്മളൊരു സ്പ്രെഡ്ഷീറ്റ് അല്ലെങ്കിൽ എക്സൽ ഷീറ്റ് എടുത്തു. ആ എക്സൽ ഷീറ്റിനകത്ത് എങ്ങനെയാണ് വരുന്നത്? അതെ, നമുക്ക് ഒരു കോളംസും ഇത്ര കോളംസും ഇത്ര റോസും ഇങ്ങനെയാണ് വരുന്നത് അല്ലേ. അപ്പോൾ കോളം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ താഴത്തേക്കാണ് വരുന്നത്. ഇപ്പോൾ ഇതിലാണെങ്കിലും 1, 2, 3 and 4 കോളംസ് ഉണ്ട്, 1, 2, 3 and 4 റോസും ഉണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് റോസും കോളംസും ആയിട്ടാണ്, ടേബിളായിട്ടാണ് മൊത്തത്തിൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് സ്പ്രെഡ്ഷീറ്റ്. അപ്പോൾ സ്പ്രെഡ്ഷീറ്റിൻ്റെ ബേസിക് സ്റ്റോറേജ് യൂണിറ്റ് ചോദിച്ചാൽ അത് ടേബിളാണ്. ടേബിളിൽ ഡേറ്റ അറേഞ്ച് ചെയ്തിരിക്കുന്ന റോസ് ആൻഡ് കോളംസ് ആയിട്ടാണ്. ഇതിന് ഹൊറിസോണ്ടൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ഡേറ്റ ഇൻ എ ടേബിൾ, ഹൊറിസോണ്ടൽ റെപ്രസെൻറ്റേഷൻ ഇൻ എ ടേബിൾ ആണ് എന്ത്? റോ എന്ന് പറയുന്നത്. അടുത്തത്, which feature helps to join 2 or more cells in a row or column into a single cell? അപ്പോൾ നമുക്കറിയാം, ഇത് എക്സൽ ഷീറ്റ് യൂസ് ചെയ്തിട്ടുള്ളവർക്ക് അറിയാവുന്നതാണ്. അതായത് 2 സെല്ലുകൾ ഒരുമിച്ചാക്കാനായിട്ട് ഏത് ഫീച്ചറാണ് ഉപയോഗിക്കുന്നത്? മെർജ് സെൽ, സെൽ പോയിന്റർ, മെയിൽ മെർജ് അലൈൻമെൻറ്റ്. ഈ ഒരു പേരിൽ നിന്ന് തന്നെ ലഭിക്കുന്നതാണ് മെർജ് സെൽ. സെല്ലുകൾ എന്ത് ചെയ്യണം? മെർജ് ചെയ്യണം, കൂട്ടിച്ചേർക്കണം എന്നുള്ളതാണ്. അത് രണ്ടും കൂടി ചേർത്ത് ഒന്നാക്കണം എന്നാണ്. ഇപ്പോൾ നമുക്കറിയാം, സ്പ്രെഡ് ഷീറ്റിനകത്താണെങ്കിൽ നമ്മളൊരു എക്സൽ ഷീറ്റ് എടുത്തു. അപ്പോൾ ഇങ്ങനെ റോസും കോളംസും ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ഈ രണ്ട് ബോക്സുകൾ, ഓക്കെ, ഈ 2 ബോക്സ്, അതിനാണ്, ഈ ഒരു ബോക്സിനാണ് സെൽ എന്ന് പറയുന്നത് കേട്ടോ. ഈ ഒരു സ്ക്വയർ ബോക്സിനാണ് സെൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സെല്ല് രണ്ടും കൂടി ഒരുമിച്ചാക്കി ഒറ്റ ഇങ്ങനെയാക്കാനായിട്ട് എന്ത് ചെയ്യണം? മെർജ് സെല്ലാണ് കൊടുക്കേണ്ട ഓപ്ഷൻ, മെർജ് സെൽ. ഇനി ഓപ്ഷനിൽ കൊടുത്തിട്ടിരിക്കുന്ന സെൽ പോയിന്റർ എന്ന് വെച്ചാൽ ദ ആക്റ്റീവ് സെൽ അല്ലെങ്കിൽ ദ സെലക്റ്റഡ് സെൽ. സെൽ പോയിന്റർ, ഇപ്പോൾ നമ്മൾ കൾസർ കൊണ്ട് വയ്ക്കുകയെന്ന് പറയുന്നത്. അപ്പോൾ കൾസർ പോകുന്ന പോലെ ഇപ്പോൾ നമ്മൾ ഏത് സെല്ലിലാണോ, ഈ ഒരു റോസ് ആൻഡ് കോളംസ് പറഞ്ഞതിൽ ഏത് സെല്ലിലാണ് ഇപ്പോൾ നമ്മൾ വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത്, ഇപ്പോൾ ആക്റ്റീവായിട്ടിരിക്കുന്നത്, ആ സെല്ലിനാണ് സെൽ പോയിന്റർ എന്ന് പറയുന്നത്. ആൻഡ് ദാറ്റ് വിൽ ബി ഹൈലൈറ്റഡ് ബൈ എ ബോൾഡ് റെക്റ്റാങ്കിൾ. കാരണം ബാക്കിയെല്ലാം ഇങ്ങനെ റെക്റ്റാങ്കിൾ ആയിട്ട് വരുന്നു, പക്ഷെ അത് മാത്രം എന്ത് ചെയ്യും? ഒന്ന് എടുത്ത് കാണിക്കും. കാരണം നമ്മൾ അവിടെയാണ് കൾസർ കൊണ്ട് ക്ലിക്ക് ചെയ്തിരിക്കുന്നത്, അവിടെയാണ് നമ്മളിപ്പോൾ അത് ആ ഒരു സെല്ലാണ് നമ്മളിപ്പോൾ സെലക്ട് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ ആക്റ്റീവായിട്ടുള്ള സെല്ല് അതാണെന്ന് പറയാം. അതിനാണ് സെൽ പോയിന്റർ എന്ന് പറയുന്നത്. ഇനി ഇതിനകത്ത് ഓപ്ഷനിലുള്ള മറ്റൊരു സാധനമാണ് മെയിൽ മെർജ് എന്ന് പറയുന്നത്. മെയിൽ മെർജ് എന്ന് പറയുന്നത്
ഹെൽപ്സ് ടു ക്രിയേറ്റ് എ സെറ്റ് ഓഫ് ഡോക്യുമെൻറ്റ്സ്. മെയിൽ മെർജ് എന്ന് പറഞ്ഞാൽ, അതായത് ഇപ്പം ഒരു എന്താ പറയുക, ഒരുപാട് കസ്റ്റമേഴ്സിന് അയക്കാനുള്ള പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള അതുപോലെയുള്ള ലെറ്റർ, ഇപ്പോൾ പേഴ്സൺ ടു പേഴ്സൺ അയക്കുന്ന പോലെ തോന്നുകയും ചെയ്യണം, ഒരുപാട് പേർക്ക് അയക്കാനും ഉണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്താണ് യൂസ് ചെയ്യുന്നത്? മെയിൽ മെർജ്. ദാറ്റ് ഹെൽപ്സ് ടു ക്രിയേറ്റ് എ സെറ്റ് ഓഫ് ഡോക്യുമെൻറ്റ്സ്. അടുത്തത് സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻ യൂസ്ഡ് ടു ക്രിയേറ്റ്, എഡിറ്റ് ആൻഡ് പ്രിൻറ്റ്. ക്രിയേറ്റ്, എഡിറ്റ് ആൻഡ് പ്രിൻറ്റ് എ ഡോക്യുമെൻറ്റ്. ക്രിയേറ്റ് ചെയ്യാനും എഡിറ്റ് ചെയ്യാനും പ്രിൻറ്റ് ചെയ്യാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻ. വേർഡ് പ്രോസസ്സർ, ടെക്സ്റ്റ് പ്രോസസ്സർ, സ്പ്രെഡ്ഷീറ്റ്, പെയിൻറ്റ്. ഇപ്പോൾ അറിയാലോ, ഒരു ഡോക്യുമെൻറ്റിൻ്റെ കാര്യമാണെങ്കിൽ എന്താണ്? വേർഡ് പ്രോസസ്സറാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഡോക്ക് എന്നാണ്, അല്ലെങ്കിൽ ഡോക്ക് അല്ലെങ്കിൽ ഡോക്ക് എക്സ് എന്നൊക്കെയാണ് വേർഡിനകത്ത് ഒരു ഫയൽസിൻ്റെ എക്സ്റ്റൻഷൻ വരുന്നത്. The opening screen of Windows operating system. വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ഓപ്പണിംഗ് സ്ക്രീൻ എന്താണ്? വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം, വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ഓപ്പണിംഗ് സ്ക്രീൻ ഏതാണ്? IDE, VDU, ഡെസ്ക്ടോപ്പ്, ഐക്കൺ. ഇതിലേതാണ് ദ ഓപ്പണിംഗ് സ്ക്രീൻ ഓഫ് വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം? ഓപ്പണിംഗ് സ്ക്രീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെസ്ക്ടോപ്പാണ്. ഓപ്പണിംഗ് സ്ക്രീൻ വരുന്നത് എന്താണ്? ഡെസ്ക്ടോപ്പാണ് കേട്ടോ. അടുത്തത് കളർ ദ ബാക്ക്ഗ്രൗണ്ട്. ഓക്കെ, കളർ ദ ബാക്ക്ഗ്രൗണ്ട് ഓഫ് എ സെലക്റ്റഡ് ടെക്സ്റ്റ് ഓഫ് എ ഫോട്ടോഗ്രാഫ്. ഒരു ഫോട്ടോഗ്രാഫ് എടുത്തു, അതിൻ്റെ സെലക്റ്റഡ് ടെക്സ്റ്റ് ഓഫ് എ ഫോട്ടോഗ്രാഫ്, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ ചെയ്യുന്നത് അതിനെന്താണ് പറയുന്നത്? അതിന് ഷെയ്ഡിങ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഒരു സെലക്റ്റഡ് ടെക്സ്റ്റ് ഓഫ് എ ഫോട്ടോഗ്രാഫിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ ചെയ്യുന്നതിന് ഷെയ്ഡിങ് എന്നാണ് പറയുന്നത് കേട്ടോ. ഷെയ്ഡിങ്. Which is the text effect that lowers the selected text below the baseline and changes it into a smaller font size? ഏത് ടെക്സ്റ്റ് എഫക്റ്റ് കാരണമാണ് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന ടെക്സ്റ്റ് സാധാരണ ഉള്ളതിനേക്കാളും സൈസ് കുറഞ്ഞും പോകും, ബേസ് ലൈനിൽ താഴെ നിൽക്കുകയും ചെയ്യുന്നത്? ഏത് ടെക്സ്റ്റ് എഫക്റ്റ് ആണെന്നാണ്. ഇപ്പോൾ അത് ഇവിടെ കൊടുത്തിട്ടുണ്ട്, സൂപ്പർ സ്ക്രിപ്റ്റ്, സബ്സ്ക്രിപ്റ്റ്, വേർഡ് റാപ്പ്, ചേഞ്ച് കേസ് എന്നൊക്കെ. സബ്സ്ക്രിപ്റ്റ് ആണ് ആൻസർ. അതെങ്ങനെയാണ് വരുന്നത്? ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ നമ്മൾ H2O എന്ന് എഴുതണമെങ്കിൽ ഈ 2 എന്താണ്? Hൻ്റെ സബ്സ്ക്രിപ്റ്റ് ആയിട്ട് വേണം എഴുതാനായിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? അവിടെ ഒരു സബ്സ്ക്രിപ്റ്റിൻ്റെ ഒരു ചിഹ്നം ഉണ്ടല്ലേ. അപ്പോൾ ആ ഒരു ടെക്സ്റ്റ് എഫക്റ്റിൻ്റെ അവിടെ കാണിച്ചിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ ഇങ്ങനെ AX ഇങ്ങനെ പല രീതിയിൽ കാണിച്ചിട്ടുണ്ടായിരിക്കാം. അപ്പോൾ അങ്ങനെ ഏതാണ് സെലക്ട് ചെയ്യുന്നത്? സബ്സ്ക്രിപ്റ്റ് സെലക്ട് ചെയ്താൽ ഇത് താഴെ വരും. ഇനി സൂപ്പർ സ്ക്രിപ്റ്റ് ആണെങ്കിൽ എന്ത് ചെയ്യും? മുകളിൽ വരും. മുകളിൽ വരുമ്പോൾ ഈ സാധാരണ ഉണ്ടായിരുന്ന സൈസിനേക്കാളും കുറച്ച് ചെറുതുമായിരിക്കും അല്ലേ. അപ്പോൾ ബേസ് ലൈനിൻ്റെ താഴെ, ബേസ് ലൈൻ എന്ന് പറയുന്നത് ഈ ഒരു ലൈനാണ്, അതിൻ്റെ താഴെ വരുന്നതാണ് എന്തെന്ന് പറയുന്നത്? സബ്സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്. മുകളിലാണെങ്കിലോ സൂപ്പർ സ്ക്രിപ്റ്റ് എന്ന് പറയും കേട്ടോ. എന്തിൻ്റെയും സ്ക്വയർ എന്നൊക്കെ പറയുവാണെങ്കിൽ അത് സൂപ്പർ സ്ക്രിപ്റ്റ് ആണ്. അടുത്തത് ദ കളക്ഷൻ ഓഫ് റിലേറ്റഡ് ഡേറ്റ ഓർഗനൈസ്ഡ് ഇൻ റോസ് ആൻഡ് കോളംസ്. അപ്പോൾ ഒരു റിലേറ്റഡ് ആയിട്ടുള്ള ഡേറ്റാസ് എല്ലാം കളക്ട് ചെയ്തു. ഈ കളക്ഷൻ ഓഫ് റിലേറ്റഡ് ഡേറ്റ ആണ് ഓർഗനൈസ്ഡ് ഇൻ റോസ് ആൻഡ് കോളംസ്. അപ്പോൾ അവർക്ക് ആ റോസും കോളംസും ആയിട്ട് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് അത് എന്താണ്? ടേബിളാണ്. ഈ ടേബിൾ എന്ന് പറഞ്ഞാൽ സ്പ്രെഡ്ഷീറ്റിൻ്റെ ബേസിക് യൂണിറ്റ് ആണ്. പക്ഷേ കളക്ഷൻ ഓഫ് റിലേറ്റഡ് ഡേറ്റ ഓർഗനൈസ്ഡ് ഇൻ റോസ് ആൻഡ് കോളംസ് എന്ന് പറഞ്ഞാൽ എന്താണ് ആൻസർ? ടേബിളാണ്. ടേബിൾ ഈസ് ദ ആൻസർ. റോസും കോളംസും ചേർന്നാണ് ടേബിൾ ഉണ്ടാവുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് സജസ്റ്റ് അതർ വേർഡ്സ് വിത്ത് എ സിമിലർ മീനിങ് ടു ദ വേർഡ് യു ഹാവ് സെലക്റ്റഡ്? അപ്പോൾ നമ്മൾ എന്ത് വെച്ചിട്ടാണ്, അതായത് എന്താണ് ഒരു വേർഡ് എടുത്തു, ആ വേർഡിന് സിമിലർ മീനിങ് വരുന്ന വേറൊരു വേർഡ് സജസ്റ്റ് ചെയ്യുന്നത് എന്താണ്? തെസാറസ്, ട്രാൻസ്ലേറ്റ്, റിസർച്ച്, സെറ്റ് ലാംഗ്വേജ്. ഏത് ഓപ്ഷനാണ് വരുന്നത്? തെസാറസ് ആണ്. ദാറ്റ് സജസ്റ്റ് അതർ വേർഡ്സ് വിത്ത് എ സിമിലർ മീനിങ് ടു ദ വേർഡ് യു ഹാവ് സെലക്റ്റഡ്. അടുത്തത് എ സ്മോൾ വീഡിയോ ഡിസ്പ്ലേ ദാറ്റ് ആക്ട്സ് ആസ് ആൻ ആക്ടിവേഷൻ ലിങ്ക് വെൻ ക്ലിക്ക് ഓൺ. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഞാനിവിടെ റെഡിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്കപ്പോൾ തന്നെ അറിയാം. ഐക്കൺ ആണ് അല്ലേ. അപ്പോൾ ഐക്കൺ, പ്ലഗ് ഇൻ, ബഫർ, ബ്രൗസർ എന്നൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അതായത് നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോഴും
ഒരു പെട്ടെന്നൊരു സ്മോൾ ഡിസ്പ്ലേ വരുന്നത്, എന്തിലെങ്കിലും ക്ലിക്ക് ചെയ്യുമ്പോൾ പെട്ടെന്ന് വരുന്നത്, അതിനൊക്കെ എന്തെന്നാണ് പറയുന്നത്? ഐക്കൺ എന്നാണ് പറയുന്നത് കേട്ടോ, ഐക്കൺ. പ്ലഗിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു സോഫ്റ്റ്വെയർ കോമ്പണൻ്റ് ആണ്. ആൻഡ് ദാറ്റ് ആഡ് സ്പെസിഫിക് ഫീച്ചേഴ്സ് ടു ആൻ എക്സിസ്റ്റിംഗ് പ്രോഗ്രാം. ഓൾറെഡി ഉള്ള പ്രോഗ്രാമിന് ചെറിയ സ്പെസിഫിക് ഫീച്ചേഴ്സ് ഒക്കെ കൊടുക്കുന്ന ഒരു സോഫ്റ്റ്വെയർ കോമ്പണൻ്റ് ആണ് എന്ത്? പ്ലഗിൻ എന്ന് പറയുന്നത് കേട്ടോ. അടുത്തത് ബഫർ. ബഫർ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റോറേജ് ഏരിയ ഇൻ റാം. റാമിലുള്ള സ്റ്റോറേജ് ഏരിയ, അതായത് ഡേറ്റ ഈസ് സ്റ്റോർഡ് ഫോർ എ വെരി ഷോർട്ട് ടൈം. വളരെ ചെറിയ സമയത്തേക്ക് വേണ്ടിയിട്ട് ഡേറ്റ സ്റ്റോർ ചെയ്യുന്നു. അപ്പോൾ അതിനാണ് ബഫർ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ സ്റ്റോറേജ് ഏരിയ ഇൻ റാം. അപ്പോൾ പ്ലഗിൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ സോഫ്റ്റ്വെയർ കോമ്പണൻറ്റ് ദാറ്റ് ആഡ് സ്പെസിഫിക് ഫീച്ചേഴ്സ് ടു ആൻ എക്സിസ്റ്റിംഗ് പ്രോഗ്രാം. ആൻഡ് ബഫർ എന്താണ്? സ്റ്റോറേജ് ഏരിയ ഇൻ ദ റാം ആണ്. അപ്പോൾ ഒരു വെരി ഷോർട്ട് ടൈമിലേക്ക് സ്റ്റോർ ചെയ്യുന്നതാണ് ബഫർ. അടുത്തത് ഷോർട്ട് കട്ട് കീ ഓഫ് റീഡു. റീഡു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ കുറച്ച് മുമ്പ് ചെയ്ത ആ ഓപ്പറേഷൻ തന്നെ വീണ്ടും വീണ്ടും ചെയ്യാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? റീഡു ചെയ്യാം. ആ റീഡുവിന് വേണ്ട ഷോർട്ട് കട്ട് എന്ന് പറഞ്ഞത് Ctrl+Y ആണ്. കൺട്രോൾ പ്രസ് ചെയ്തിട്ട് നമുക്ക് എന്തും കൂടി പ്രസ് ചെയ്യണം? Y പ്രസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്കറിയാം കൺട്രോൾ എസ് ആണെങ്കിൽ കൺട്രോൾ സേവ് ആയിരിക്കും, Ctrl+V ആണെങ്കിൽ എന്താണ്? പേസ്റ്റ് ആയിരിക്കും, കൺട്രോൾ ഇസഡ് ആണെങ്കിൽ എന്താണ്? അൺഡു ആയിരിക്കും. അപ്പം അങ്ങനെ ഓരോന്നും പറയാം, അത് ഓർത്തു വയ്ക്കുക. Who created the first floppy disk used in computers? ആരാണ് കമ്പ്യൂട്ടറുകളിൽ യൂസ് ചെയ്യുന്ന ആദ്യത്തെ ഫ്ലോപ്പി ഡിസ്ക് ക്രിയേറ്റ് ചെയ്തത്? Who created the first floppy disk used in computers? ചാൾസ് ബാബേജ്, അലൻ ട്യൂറിംഗ്, അലൻ ഷുഗാർട്ട്, ഡേവിഡ് നോബൽ. ഇവിടെ കാണാവുന്നതാണ് ഫ്ലോപ്പി ഡിസ്ക് ആദ്യമായിട്ട് കൊണ്ടുവന്ന ആരാണ്? അലൻ ഷുഗാർട്ടാണ്. ഫ്ലോപ്പി ഡിസ്ക് കേട്ടോ. ഫ്ലോപ്പി ഡിസ്ക് നമുക്കറിയാമല്ലോ, ഫ്ലോപ്പി എന്ന് പറഞ്ഞാൽ CD അല്ല, ഇങ്ങനത്തെ ഈ ഒരു ഷേപ്പിലായിരിക്കും ഉണ്ടാവുക ഫ്ലോപ്പി എന്ന് പറയുന്നത് കേട്ടോ, ഫ്ലോപ്പി ഡിസ്ക്. ആൻഡ് ഫ്ലോപ്പി ഡിസ്ക് എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് ക്രിയേറ്റ് ചെയ്ത ആരാണ്? അലൻ ഷുഗാർട്ടാണ് കേട്ടോ, അലൻ ഷുഗാർട്ട്. Which virus is treated as the first computer virus? ഏതു വൈറസാണ് ആദ്യത്തെ കമ്പ്യൂട്ടർ വൈറസ് എന്ന് പേരിൽ അറിയപ്പെടുന്നത്? ട്രോജൻ ഹോഴ്സ്, SCA വൈറസ്, ക്രീപ്പർ വൈറസ്, റാബിറ്റ്. അതിൻ്റെ ആൻസർ ക്രീപ്പർ വൈറസ് ആണ്. ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് കമ്പ്യൂട്ടർ വൈറസ് ഏതാണ്? ക്രീപ്പർ ആണ് കേട്ടോ, ക്രീപ്പർ. ഇനി വൈറസ് എന്ന് വെച്ചാൽ എന്താണ്? വൈറ്റൽ ഇൻഫോർമേഷൻ റിസോഴ്സസ് അണ്ടർ സീജ് എന്നാണ്. വൈറ്റൽ ഇൻഫോർമേഷൻ റിസോഴ്സസ് അണ്ടർ സീജ്. ഫസ്റ്റ് മൊബൈൽ ഫോൺ വൈറസ് ആണ് ഇത്? കപീർ എന്ന് പറയുന്നത്. ആൻഡ് ഫസ്റ്റ് മൈക്രോ കമ്പ്യൂട്ടർ വൈറസ് ആണ് എൽ ക്ലോണർ. ഫസ്റ്റ് കമ്പ്യൂട്ടർ വൈറസ് ഫോർ MS-DOS ആണ് ബ്രെയിൻ എന്ന് പറയുന്നത്. ആൻഡ് ഫസ്റ്റ് കമ്പ്യൂട്ടർ വൈറസ് ഡിറ്റക്റ്റഡ് ഓൺ ആർപെയിൻ ഈസ് ഓൾസോ ക്രീപ്പർ. എ പ്രോഗ്രാം ദാറ്റ് ക്യാൻ ഡിസ്ട്രോയ് ദ വൈറസ്. വൈറസിനെ ഡിസ്ട്രോയ് ചെയ്യാൻ സാധിക്കുന്ന പ്രോഗ്രാമിനാണ് ആൻറ്റി വൈറസ് എന്ന് പറയുന്നത്. ആൻറ്റി വൈറസ് ഈസ് എ പ്രോഗ്രാം. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ കമൻസും സജഷൻസും എല്ലാം പ്രതീക്ഷിക്കുന്നു. അതുപോലെ നിങ്ങളെ bibimohan.com എന്ന എൻ്റെ ബ്ലോഗും സന്ദർശിക്കുക. അവിടെ നിങ്ങൾക്ക് ഏറ്റവും ടോപ്പിൽ റൈറ്റ് സൈഡിൽ തന്നെ സബ്സ്ക്രൈബ് ത്രൂ മെയിലിനൊരു ഓപ്ഷനുണ്ട്. മെയിൽ ID കൊടുത്ത് സബ്സ്ക്രൈബ് ചെയ്യുക. ഒരു മെയിൽ വരും, അപ്പോൾ അത് കൺഫേം ചെയ്ത് കൊടുക്കുക. എന്നാലാണ് നിങ്ങൾക്ക് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻസ് ലഭിക്കുകയുള്ളൂ. അതിലും റൈറ്റ് സൈഡിൽ ഏറ്റവും താഴത്തായിട്ടൊരു ബെല്ലൈക്കണൊക്കെ കാണാവുന്നതാണ്. അത് ആ ഒരു ബട്ടൺ പ്രസ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് അപ്പോൾ തന്നെ ലഭിക്കുന്നതാണ് എൻ്റെ ബ്ലോഗിലും. ഓക്കെ, സോ താങ്ക് യു സോ മച്ച് വൺസ് അഗെയിൻ. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.